ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നേരെ അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ തലേദിവസം പാത്രമൊക്കെ കഴുകി വെച്ചത് ഇനി അതെല്ലാം എടുത്ത് വെക്കണം. ആദ്യത്തെ പരിപാടി അടുപ്പിൽ തീ പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചോറ് അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ ചോറ് വെക്കാനായിട്ടുള്ള തീയൊക്കെ പിടിപ്പിച്ച് ചോറൊക്കെ അടുപ്പയിലിട്ടു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലേദിവസം ഉണ്ടായിരുന്ന ചോറ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ. പിന്നെ ഇതേ ചെറിയ ചൂടുവെള്ളമൊക്കെ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഇത് നിന്നിട്ട് വേണം ഒന്ന് ഉഷാറായിട്ട് നമ്മുടെ പണിയൊക്കെ തുടങ്ങാൻ. കാപ്പിയുടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുടിവെള്ളവും വെച്ചു. പിന്നെ മീനും പുരട്ടി വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ എനിക്കുള്ള കട്ടൻ ചായ എടുത്ത് വെള്ളം തിളച്ച സമയത്ത് ഇതിപ്പോൾ ചേട്ടനുള്ള കാപ്പിയാണ്. ആ കാപ്പി നമ്മൾ ഇതേപോലെ മധുരവും കൂടി ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഫ്ലാസ്കിലാക്കി വെക്കുകയാണ്. കാരണം ആൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ തിരക്കിട്ട പണിയിലായിരിക്കും അവിടെ. അപ്പോൾ അതിനിടയ്ക്ക് എടുത്തു കൊടുക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഫ്ലാസ്കിലാക്കി വെക്കുകയാണെങ്കിൽ എടുത്ത് കുടിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കട്ടൻ ചായ ആയിട്ട് ഞാൻ നേരെ പച്ചക്കറി കൊട്ടയിലേക്ക് പോയി. നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങണം, ഫോണും കൊണ്ട് എന്നാൽ സമയം പോവും. അങ്ങനെ വേഗം തന്നെ ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാനായിട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് രാവിലെ സമയം പോകുന്നത്. തോരന് വേണ്ടിയിട്ട് ഇന്ന് കാട്ടുപാവയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ വന്ന സമയത്ത് അമ്മ വീട്ടിലുണ്ടായിക്കോട്ടെ കുറച്ച് കൊണ്ടുവന്നാണ്. നമ്മളത് പെട്ടെന്ന് തോരൻ വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ദോശ ഉണ്ടാക്കാൻ പോവാണ്. കാരണം അവർക്ക് ചേട്ടന് കൊണ്ടുപോവാണ് നമ്മൾ ചെയ്യുന്നത്. കാപ്പിയൊക്കെ കഴിച്ചിട്ട് പോവല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദോശ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് സാമ്പാർ വെന്തത്, അതിന് ഞാൻ മസാലയൊക്കെ ചേർത്ത്, സാമ്പാർ പൊടിയില്ല നമ്മളല്ലാതെ പൊടികളൊക്കെ ചേർത്ത് സാമ്പാർ റെഡിയാക്കി. മീൻ വറുത്ത് തോരനും ഒക്കെ റെഡിയാക്കി ചേട്ടനെ പൊതി കെട്ടി പറഞ്ഞു വിട്ടു. പിന്നെ ഓരോ ദോശയായിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് മോൻ എഴുന്നേറ്റു. അവനും കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ പാത്രമൊക്കെ കഴുകി. അടുക്കളയിലെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ നേരെ വന്ന് നോക്കിയപ്പം ഇതാണ് പരിപാടി. ആശാൻ എല്ലാം നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പം തലേന്നത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു. ഫുള്ള് വീടൊക്കെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അവന് ടി വിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഫേസ് പാക്ക്, നമ്മുടെ രാവിലത്തെ ദോശമാവ് കൊണ്ടൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അംഗൻവാടി വരെ പോകണമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് 1 തൊട്ട് 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിരമരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മോനെയും കൊണ്ട് എനിക്ക് പോകണമായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് പോയി. പെട്ടെന്ന് പോയിട്ട് നമ്മൾ വേഗം തന്നെ ആ മരുന്നുമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് നല്ല വിശപ്പാണ്. അപ്പോൾ ചോറുണ്ണാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് മോനോടുള്ള ചോറാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചാണ് ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് ഞങ്ങളിതേ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചോറൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കാരണം ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് ഫുൾ റെസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.